ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീ വാൽമീകി രാമായണം യുദ്ധകാണ്ഡത്തിലെ 33-ാമത്തെ സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. സീതാം തു മോഹിതാം ദൃഷ്ട്വാ സരമാ നാമ രാക്ഷസീ ആസസാദാത വൈദേഹീം പ്രിയാം പ്രണയിനീം സഖീം. പ്രിയയും പ്രണയിനിയും സഖിയുമായിരിക്കുന്ന മൈഥിലി മോഹാലസ്യപ്പെട്ടത് കണ്ട് സരമ എന്ന പേരായിരിക്കുന്ന രാക്ഷസി അടുത്തേക്ക് ചെന്നു. ആശ്വാസയാമാസ തഥാ സരമ മൃദുഭാഷിണീം. മൃദുഭാഷിണിയായിരിക്കുന്ന സരമ അവളെ സീതയെ ആശ്വസിപ്പിച്ചു. രാവണ നിയോഗിതയും ദൃഢവ്രതയും ദയാവതിയും അവിടെ കാവൽ നിൽക്കുന്നവളുമായ അവള് സംരക്ഷിതയായ സീതയുടെ മിത്രമായിട്ട് തീർന്നിരുന്നു. സാഹിതത്ര കൃതാമിത്രം സീതയാ രക്ഷ്യമാണയാ രക്ഷന്തി രാവണാദിഷ്ടാ സാനുക്രോശാ ദൃഢവ്രത. സാധുദർശ തദസീതാം സരമാ നഷ്ടചേതനാം ഉപാവൃത്യോത്ഥിതാം ത്വസ്താം ബാടവാമിവാം സുലാം. കിടന്നുരുണ്ട എഴുന്നേറ്റ പൊടി പുരണ്ട പെൺകുതിരയെ പോലുള്ള നഷ്ടചിത്തയായ സീതയെ സരമ കണ്ടു. സഖീ സ്നേഹേന സുവൃത. സഖിയുടെ ആ സ്നേഹം കൊണ്ട് അവളെ ആശ്വസിപ്പിച്ചു സുവൃതയായ ആ സരമ. വൈദേഹീമാഭൂത്തെ മനസ്സോ വ്യഥ. വൈദേഹി, ആശ്വസിക്കുക, നിന്റെ മനസ്സിന് വ്യഥയൊന്നും വേണ്ട. ഉക്താ യത് രാവണേന ത്വം പ്രത്യുക്തം ച സ്വയം ത്വയാ സഖീ സ്നേഹേന തൽഭീരുമയാ സർവം പ്രതിശ്രുതം. നിന്നോട് രാവണൻ പറഞ്ഞതും നീ പറഞ്ഞ മറുപടിയും അല്ലയോ ഭീരു ഞാൻ കേട്ടു. രാവണനെ ഭയപ്പെടാതെ വിചിരതയിൽ ഒളിച്ചിരുന്ന് ഞാനതെല്ലാം നിനക്ക് വേണ്ടി കേട്ടു. എന്തെന്നാൽ എനിക്ക് ജീവിതം പ്രിയമില്ല. സസംഭ്രാന്തശ്ച നിഷ്ക്രാന്തോ യൽകൃതേ രാക്ഷസാധിപ. രാക്ഷസാധിപൻ എന്തിനു വേണ്ടി സംഭ്രാന്തനായി നിഷ്ക്രമിച്ചു എന്നും സർവവും ഞാൻ പുറമേ നിന്ന് അറിഞ്ഞു. നശക്യം സൗപ്തികം കർത്തും രാമസ്യ വിദിതാത്മന പദശ്ച പുരുഷ വ്യാഘ്രേ തസ്മിൻ നൈവോപപദ്യതേ. വിദിതാത്മാവായ രാമനെ ഉറക്കത്തിൽ കൊല്ലാൻ കഴിയുകയില്ല. ആ പുരുഷവ്യാഘ്രനെ വധിക്കാനും സാധ്യമല്ല. നത്യേവ വാനരാഹ ഹന്തും ശക്യാഹ പാദപയോധിന. ദേവന്മാരെന്ന പോലെ രാമനാൽ സംരക്ഷിക്കപ്പെടുന്നവരും മരങ്ങൾ കൊണ്ട് മല്ലടിക്കുന്നവരുമായ വാനരന്മാരെയും കൊല്ലാനായിട്ട് കഴിയുകയില്ല. സീതയെ നീണ്ടുരണ്ട കൈകളും വിരിഞ്ഞ മാറിടവും ശ്രീത്വവും പ്രതാപവുമുള്ളവൻ, കാർമുഖധരൻ, ഉറച്ച മെയ്യുള്ളവൻ, ധർമ്മസ്വരൂപി, ലോകപ്രസിദ്ധൻ, തന്നെയും അന്യരെയും എന്നും രക്ഷിക്കുന്ന പരാക്രമി, സോദരനായ സൗമിത്രിയോടൊത്ത് സുഖമായി വാഴുന്നവൻ, നീതികോപിതൻ, ശത്രുസൈന്യാന്തകൻ, ശ്രീമാൻ, അചിന്ത്യ ബലപൗരുഷൻ, വൈരിനാശകനായ രാമൻ വധിക്കപ്പെട്ടിട്ടില്ല. അയുക്ത ബുദ്ധികൃത്യേന സർവഭൂത വിരോധിന. അരുതാത്തതിൽ മനസ്സുവെക്കുന്നവരും ജീവജാലങ്ങൾക്കെല്ലാം വൈരിയും ദാരുണനും മായാവിയുമായവൻ നിന്നിൽ കാണിച്ച മായയാണ് ഇതെല്ലാം. ശോകസ്തേ വിഗത സർവ കല്യാണം ത്വാമുപസ്ഥിതം. നിന്റെ അഴലെല്ലാം അകന്നു, നന്മ നിന്റെ അടുത്തെത്തി. ലക്ഷ്മി നിന്നെ ഭജിക്കുന്നു, പ്രീതികരമായ പ്രിയൻ നീ കേൾക്കുക. ഉത്തീരസാഗരം രാമ സേന വാനരസേനയാ. രാമൻ തന്റെ കപിസൈന്യത്തോടൊപ്പം കടൽ കടന്ന് കടലിന്റെ തെക്കേക്കരയിൽ വന്ന് താവളമടിച്ചിരിക്കുന്നു. ലക്ഷ്മണ സമേതനായിരിക്കുന്ന കാകുൽസ്ഥനും കൃതാർത്ഥനായി നിൽക്കുന്നത് ഞാൻ കണ്ടു. സാഗരാന്തത്തിലുള്ള ആ സൈന്യത്താല് അവൻ സംരക്ഷിക്കപ്പെടുന്നു. ഇവൻ പറഞ്ഞയച്ചിരുന്ന അല്പപരാക്രമികളായിരുന്ന അരക്കന്മാര് രാമൻ കടൽ കടന്നു എന്ന വർത്തമാനമാണ് കൊണ്ടുവന്നത്. സദാം ശ്രുത്വാ വിശാലാക്ഷി പ്രവൃത്തിം രാക്ഷസാധിപ. വിശാലാക്ഷി, അത് കേട്ട് രാക്ഷസാധിപനായ രാവണൻ ഇതാ സർവാമാത്യ സമേതനായിട്ട് മന്ത്രാലോചന ചെയ്യുന്നു.
ഇത് ബ്രുവാണ സരമ രാക്ഷസീ സീതയാ സഹ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന രാക്ഷസിയായ സരമ സൈന്യങ്ങളുടെ ഒരുക്കങ്ങൾ കൊണ്ടുള്ള ഭൈരവമായിരിക്കുന്ന ശബ്ദം സീതയോടൊത്ത് കേട്ടു. മധുരഭാഷിണിയായ സരമ കോൽ കൊണ്ടുള്ള കൊട്ടുകൊണ്ട് പെരുമ്പറയുടെ മഹാനാഥം മുഴങ്ങുന്നത് കേട്ട് സീതയോട് തുടർന്ന് ഇങ്ങനെ പറഞ്ഞു: സന്നാഗജന്നീഹേഷ ഭൈരവാഭീരുഭേരിക ഭേരീനാഥം ച ഗംഭീരം ശൃണു തോയത നിസ്വനം. പടകൂട്ടുന്നതിനു വേണ്ടിയാണ് ഈ ഭൈരവമായ ഭേരികൾ കൊട്ടുന്നത്. നീ മേഘഗർജനം പോലെയുള്ള പെരുമ്പറയൊച്ച കേൾക്കൂ. മദഗജങ്ങളെ ഒരുക്കുന്നു, തേർക്കുതിരകളെ പൂട്ടുന്നു, കുന്തക്കാർ കുതിരകളിൽ കയറി തിമിർക്കുന്നു, കാലാൾപ്പടകൾ അവിടെവിടെ സുസജ്ജരായിട്ട് അണിനിരക്കുന്നു. ആശ്ചര്യമുളവാക്കുന്ന സൈന്യങ്ങള് രാജവീഥികളിൽ തിങ്ങിക്കൂടുന്നു. നീരൊഴുക്കുകൾ സമുദ്രത്തിലെന്ന പോലെ വേഗമേറി അലറുന്ന സൈന്യങ്ങൾ നിറയുന്നു. സ്വച്ഛങ്ങളായ ആയുധങ്ങളും പരിചകളും പടച്ചട്ടകളും തേരുകളും ആനകളും കുതിരകളും അലങ്കാരങ്ങൾ അണിഞ്ഞ അരക്കന്മാരും പരത്തുന്ന പല നിറങ്ങളിലുള്ള വേനലിൽ വനം ദഹിപ്പിക്കുന്ന അഗ്നിയുടേതുപോലുള്ള പ്രഭ കാണുക. നാക്കുമണികളുടെ നിർഘോഷം കേൾക്കൂ. തേരുകൾ ഉരുളുന്ന ഒച്ചയും കേൾക്കൂ. തുര്യനാദം പോലെയുള്ള കുതിരകളുടെ ശബ്ദവും കേൾക്കൂ. ഉയർത്തിപ്പിടിച്ച ആയുധങ്ങൾ ഏന്തിയവരും അനുനായികളുമായിരിക്കുന്ന രക്ഷസുകളുടെ രോമാഞ്ചമുണ്ടാക്കുന്ന വലിയ പരിഭ്രമം കാണപ്പെടുന്നു. ശോകനാശിനിയായ സ്ത്രീ നിന്നെ ഭജിക്കുന്നു, അരക്കന്മാർക്ക് ആപത്ത് വരുത്തുന്നു. അംബുജതള നേത്രനും അചിന്ത്യപരാക്രമിയും കോപത്തെ കീഴടക്കിയവനുമായ നിന്റെ ഭർത്താവ് ദേവന്മാർക്കിടയിലെ ഇന്ദ്രനെ പോലെ പോരില് രാവണനെ കൊന്ന് നിന്നെ നേടും. ശത്രുനാശകനായ വാസവൻ വിഷ്ണുവിനോടുകൂടി ശത്രുക്കളെ എന്ന പോലെ നിന്റെ ഭർത്താവ് സൗമിത്രി സമേതനായിട്ട് രക്ഷസുകളിൽ വിക്രമം കാണിക്കും. വൈരി വധിച്ചു വീഴ്ത്തിയ ശേഷം വന്നു ചേരുന്ന രാമന്റെ മടിത്തട്ടിലിരിക്കുന്ന സിദ്ധാർത്ഥയും സതിയുമായി നിന്നെ ഞാൻ വൈകാതെ കാണും. ശോഭനേ, നീ മാറിടം വിരിഞ്ഞ അവന്റെ മാറിൽ ചേർന്ന് കെട്ടിപ്പടർന്ന് സന്തോഷാശ്രു പൊഴിക്കും. സീതേ ദേവി, ശക്തിശാലിയായ രാമൻ നീ അനേക മാസങ്ങളായി ധരിക്കുന്ന അരക്കെട്ട് വരെയുള്ള ഈ മുടിക്കെട്ടിനെ ഉടൻ മോചിപ്പിക്കും. നീ ഉദിക്കുന്ന പൂർണ്ണചന്ദ്രനെ പോലെയുള്ള അവന്റെ മുഖം കണ്ട് പെൺപാമ്പ് ഉറയുന്ന പോലെ അഴൽക്കണ്ണീര് ഉപേക്ഷിക്കും. മൈഥിലി, വൈകാതെ പോരിൽ രാവണനെ കൊന്ന് പ്രിയയായ നിന്നോടൊത്ത് സുഖാർഹനായ രാമൻ പൂർണ്ണ സുഖം നേടും. നല്ല മഴ കൊണ്ട ഭൂമി സസ്യങ്ങളെ കൊണ്ടെന്ന പോലെ മഹാത്മാവായ രാമനോട് സമാഗമിച്ച് നീ അവന്റെ ശൗര്യം കൊണ്ട് സന്തോഷിക്കും. ഗിരിവരമഭിതോനു വർത്തമാനോ ഹയൈവ മണ്ഡലമാശ്രിയ കരോതി തമിക ചരണമപ്യുപയേകി ദേവം ദിവസകരം പ്രഭവോഗ്യം പ്രജാനാം. പെരുമലയെ പ്രദക്ഷിണം ചെയ്ത് കുതിരയെപ്പോലെ വേഗം വട്ടം തിരിയുന്നതാരോ ആ ദിനകരനായ ദേവനെ ശരണം പ്രാപിക്കൂ. പ്രജകളുടെ എല്ലാം പ്രഭവം അവനാണല്ലോ. ഇങ്ങനെ സരമ സീതാദേവിയെ ആശ്വസിപ്പിക്കുന്നതാണ് ഈ സർഗത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. എല്ലാവർക്കും ശ്രീരാമാനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമപാദാരവിന്ദാർപ്പണമസ്തു.